വെൽക്കം ടു ദ ഷോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡിസൈനിങ് ഫോർ മോഡേൺ ലിവിങ്. എയർപോർട്ടുകൾ, ഹോസ്പിറ്റലുകൾ, നിരവധി കൊമേഴ്സ്യൽ പ്രൊജക്റ്റുകൾ, വലിയ അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റുകൾ, വലിയ വീടുകൾ, അങ്ങനെ ഏതെല്ലാം തരത്തിലൊരു ആർക്കിടെക്റ്റിന് കൈവെക്കാമോ ആ മേഖലകളിലെല്ലാം കൈവച്ച് വിജയം നമ്മളെ കാണിച്ചു തരുന്ന ഒരു ആർക്കിടെക്ട് സ്ഥാപനമാണ് ബ്ലൂ ബോക്സ്. ആർക്കിടെക്ട് ജോബിൻ ജോസഫ് ആൻഡ് ഷാമിൻ ജോബിൻ. നമുക്കറിയാം, ഒത്തിരി ആളുകൾ വീടുകളൊക്കെ വെക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടല്ലോ. സാധാരണ അവരൊക്കെ പലപ്പോഴും അതിനെക്കുറിച്ച് കാര്യമായൊരു ധാരണയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവരെ പലപ്പോഴും കാണിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ശരിക്കും മിസ്റ്റേക്കിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് പറയാൻ മനസ്സിലാകുന്നത്, കാരണം ഇവർ നമുക്ക് തരുന്ന അവരുടെ റിക്വയർമെന്റ്സിനെ പറ്റി നമ്മളുടെ ആദ്യം പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരൊരു വേറൊരു ഇമാജിനറി വേൾഡിൽ നിന്നായിരിക്കും നമ്മളുടെ ഡെക്കിലേക്ക് വരിക. അപ്പം ഒരു ക്ലട്ടറാണ്, കുറെ എലമെന്റ്സും കൂടെ ഫ്യൂസ് ചെയ്തായിരിക്കും അവരുടെ ഡ്രീം. ആ ഡ്രീമിനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരുവാണ് നമ്മളുടെ ടാസ്ക്. അതിനെ നമ്മൾ ക്രോഡീകരിച്ച് അല്ലെങ്കിൽ ഫങ്ഷണലായിട്ടും അല്ലെങ്കിൽ പോസിബിലിറ്റി മനസ്സിലാക്കി ആ സ്പേസിനനുസരിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തെടുക്കുകയാണ് ഞങ്ങളുടെ. ബേസിക്കലി വരുന്ന ഒരു കസ്റ്റമറിനെ ഇത് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് നല്ലൊരു സമയം നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. തീർച്ചയായും ഐ ഫീൽ ഡിസൈനിങ് ഇസ് സംതിങ്, എല്ലാവരും വിചാരം ഒരു ചെറിയ പ്ലാൻ വരയ്ക്കുന്നതല്ല ഡിസൈനിങ്. ദർ ഇസ് എ ലോട്ട് ഓഫ് എഫേർട്ട് ഗോയിങ് ഇൻ ടു ദിസ് വിച്ച് മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് റിയലൈസ്. അതിൽ ഒത്തിരി ടൈം, എഫേർട്ട്, എന്താ പറയുക, നമ്മൾ വി പുട്ട് ഓൾ അവർ ഹാർട്ട് ഇൻ ടു ഇറ്റ് ടു മേക്ക് സംതിങ് ലുക്ക് റിയലി പ്രിറ്റി. പിന്നെ ഓഫ്കോഴ്സ് അത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പോകണം എന്നുള്ള ആഗ്രഹവും നമുക്കുണ്ടാവും. പിന്നെ ഈ ഇപ്പം പറഞ്ഞതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ, കാരണം പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത്, നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിന് മുന്നേ ഓടാനാണ് ശ്രമിക്കുന്നത്. അപ്പം കൂടുതലും നമ്മളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റ് അവർ ഇപ്പോഴത്തെ ട്രെൻഡിലായിരിക്കും ഈ കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും അവർക്ക് ഇതുപോലെ വേണം എന്നായിരിക്കും നമ്മളോട് പറയുന്നത്. പക്ഷേ ഇത് തീർന്നു വരുന്നത് 1 വർഷമോ 1.5 വർഷമോ കഴിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് അതിനു മുന്നിലേക്ക് ഓടിയാൽ മാത്രമേ ആ കാലത്ത്, ഇത് തീർന്നു വരുന്ന സമയത്ത് ഇതിന് ഒരു നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രോജക്റ്റ് ഒരു ഔട്ട്ഡേറ്റഡ് പ്രോജക്റ്റിലേക്ക് മാറുന്നൊരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് അതൊരു വളരെ അപ്രീഷിയബിൾ ആയിട്ടുള്ളൊരു കാര്യം. കാരണം എപ്പോഴും എല്ലാവർക്കും പറ്റുന്നത് ഇപ്പോൾ കണ്ടിട്ടുള്ളൊരു ഡിസൈൻ വന്നിട്ടാണല്ലോ പലപ്പോഴും ചെയ്യുന്നത്. പക്ഷെ മുന്നോട്ട് ചിന്തിച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി അതാണ് ഒരു മേജർ ടാസ്ക്. അതാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മുടെ ക്ലയന്റിന് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതാണ്.